ശിവാനി, നീ എന്തായി പറയുന്നേ? വാട്ട് യു മീൻ? കൊല്ലണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ശിവാനി എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഈ കാര്യം എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായേനെ. എനിക്കറിയില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലോന്ന് എനിക്കറിയില്ല. ദയവേത് എന്നെ ഇവിടെ നിന്നും പോവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നിങ്ങളിപ്പോ എങ്ങോട്ട് പോകണ്ട. ഒരുപക്ഷെ പോയേ പറ്റുമെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ വരാം. വേണ്ട, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണമെന്ന് തോന്നി. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് എന്റെ ജീവിതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം, എന്റെ തൃശ്ശൂലിന്റെ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. ആ അഭയ് കാരണം വീട്ടിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നും മനസ്സിലാവുന്നില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുണ്ട്. അല്ല, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു കൂസലില്ലാത്ത പോലെ ഇരിക്കുകയാണല്ലോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഞങ്ങള് പുതിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ദിഗ്വിജയ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് ദിഗ്വിജയ. എന്ത് കാര്യമാണത്? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് അടുത്തു കഴിഞ്ഞു. കൈ നീട്ടിയാൽ നാഗമാണിക്യം ഞങ്ങളുടേതാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നാഗമാണിക്യം എവിടെയാണ്? അല്ല, അതിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതെങ്ങനെയാ കൈക്കലാക്കാൻ പറ്റുക? അതിനുള്ള പൂജയൊക്കെ നിങ്ങൾ... ദിഗ്വിജയ, അതോർത്ത് നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നാഗമാണിക്യം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ തലപുകയേണ്ട ഒരാവശ്യവുമില്ല. ഇത്രയും നാളും നമ്മൾ മൂന്നുപേരും കൂടിയല്ലേ ഓരോ കാര്യങ്ങൾ... ദിഗ്വിജയ, നിനക്ക് പുതുരൂപം തന്ന് സഹായം നൽകി നിന്നെ രക്ഷിച്ചത് എന്തിനാണെന്നറിയോ? നാഗമാണിക്യം നേടിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴത് ഞങ്ങളുടെ കയ്യിലെത്താനുള്ള സമയമായി. സ്വാമിജി, ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ. പ്രശ്നമോ? പ്രശ്നത്തെ കൊല്ലാൻ വന്നവൾക്ക് പ്രശ്നമോ? എന്റെ ആദിശേഷൻ എവിടെയാണെന്ന് എന്നോടൊന്ന് പറയൂ സ്വാമിജി. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. എന്ത്? ആദിശേഷനെ രക്ഷിക്കണമെന്നോ? രക്ഷിക്കാനായി വന്നവനെ ഞാൻ രക്ഷിക്കണമെന്നോ? സ്വാമിജി, അതല്ല പ്രശ്നം. ഞങ്ങളുടെ വീട്ടിലെ 2 ദുഷ്ടശക്തികൾ വന്നു ചേർന്നിട്ടുണ്ട്. അവര് മന്ത്രവാദിനികളാണ്. ആയിരിക്കാം. നാഗമാണിക്യത്തിന് വേണ്ടി സകല നാഗിനി, ഡാഗിനി എന്നീ ക്ഷുദ്രശക്തികൾ വന്നു ചേരുന്നത് സ്വാഭാവികമാണ്. നിനക്ക് സത്യം അറിഞ്ഞിരിക്കുന്നത്, ആദിശേഷൻ നിന്റെ കൂടെ നടക്കുന്നത് നിന്റെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ അവർ രണ്ടുപേരും എന്റെ ആദിശേഷനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് സ്വാമിജി. ഭോലേനാഥ, എന്താണിത്? ബന്ധിച്ചിരിക്കുന്നുവെന്നോ? അതെ സ്വാമിജി, തൃശ്ശൂൽ ഇപ്പോൾ അവരുടെ ബന്ധനത്തിലാണുള്ളത്. തൃശ്ശൂലിനെ കിട്ടണമെങ്കിൽ നാഗമാണിക്യം കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ നാഗമാണിക്യം എവിടെയാണെന്ന് എനിക്കും അറിയില്ല. നാഗമാണിക്യം ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെയാ അതുള്ളത്? ഇതിനെല്ലാം എനിക്ക് അങ്ങ് ഉത്തരം തരണം സ്വാമിജി. അതാദ്യം കയ്യിൽ കിട്ടട്ടെ, പിന്നീട് അതിന്
പൂജ നടത്തട്ടെ. പൂജ കഴിയുന്നതോടെ ആ ശക്തി ഞങ്ങളുടേതാവട്ടെ. അതിനുശേഷം ആദ്യം നിനക്ക് പഴയ രൂപം തരാം. നിനക്കും നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ടുള്ള ആവശ്യം അത് തന്നെയല്ലേ ദിഗ്വിജയ? അല്ല, ഇതെല്ലാം ഞാൻ ഈ കാര്യം നിങ്ങൾ എന്നോട് എങ്ങനെ? ഈ കാര്യത്തിൽ ഞങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായത്തിന് ഒരു സ്ഥാനവുമില്ല ദിഗ്വിജയ. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരാളുടെ തെറ്റ് മറ്റൊരാൾക്ക് ശരിയായിട്ടേ തോന്നൂ ദിഗ്വിജയ. എല്ലാവർക്കും എല്ലാ കാര്യവും ശരിയായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഞങ്ങളുടെ ശരി ഞങ്ങളുടെ മാത്രമാണ്. അത് തടയാൻ ശ്രമിച്ച് നീ തെറ്റ് ചെയ്യണ്ട ദാക്ഷായണി. ഇല്ല, നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കില്ല. നോക്ക്, ഞാനും നിങ്ങളോടൊപ്പം വരാം. നാഗമാണിക്യം എവിടെയാണെന്ന് എനിക്കും അറിയണം. എനിക്കും ആ സത്യം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. മാറി നിൽക്ക് ദിഗ്വിജയ. ഏയ്, ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ആ നാഗമാണിക്യം നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എന്റെ കഷ്ടപ്പാടുണ്ട്. പറയ, സത്യം പറയാൻ. നിങ്ങൾ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഒരു കാരണവശാലും പോകാൻ ഞാൻ അനുവദിക്കില്ല. ഭോലേനാഥ, ശ്രീകണ്ഠ, നഞ്ചുണ്ടേശ്വര, ഉത്തരം തന്നെ ചോദ്യമായി മാറിയല്ലോ മഹേശ്വര. സ്വാമിജി, അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ക്ഷുദ്രശക്തികൾ കാരണം എന്റെ തൃശൂലിന് അപകടം സംഭവിക്കും. ആ ചന്ദ്രശേഖരന്റെ ആശീർവാദത്താൽ ആ ക്ഷുദ്രശക്തികളെ എല്ലാത്തിനെയും പറിച്ചറിയുവാൻ നിന്റെ ഈ പ്രയാണം മാത്രം മതി. എല്ലാം അവ്യക്തമായിരിക്ക. എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇത് പരീക്ഷണകാലം. ആ ദൈവത്തിന്റെ പരീക്ഷണം. ഇതിൽ നീ തോറ്റുപോവുകയാണെങ്കിൽ നിനക്ക് നാഗമാണിക്യം കിട്ടുന്നതും ആദിശേഷനെ കിട്ടുന്നതും ഒപ്പം നാഗലോകവും നിനക്ക് നഷ്ടമാകും. അല്ല, നീ എതിർക്ക്. കൊല്ലാനുള്ള ശക്തി, മാറ്റം ഉണ്ടാക്കുവാനുള്ള ശക്തി തുടങ്ങിയ സർവശക്തികളും നിന്നിലുള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം? പോകൂ, ധൈര്യമായിട്ട് പോകൂ, വേഗം പോകൂ. സ്വാമിജി, ഒരു നിമിഷം. എന്തിനാ ചിരിക്കുന്നേ? വലിയ പർവ്വതങ്ങളെ പോലും നിസ്സാരമായി തോണ്ടിക്കടന്ന് ഇവിടെ വരെ എത്തി ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നിന്നെ പോലെയുള്ള വെറും ഒരു പുഴുവിനെ കൊണ്ട് ഞങ്ങളെ തടയാൻ ശ്രമിച്ചാൽ ഞങ്ങളെങ്ങനെ ചിരിക്കാതിരിക്കും? എന്ന് വച്ചാ നിങ്ങള് ദൈവശക്തിയെ നിന്ദിച്ച് ക്ഷുദ്രശക്തികളെ പൂജ ചെയ്യുന്ന മന്ത്രവാദിനികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വഴിക്ക് ദൈവം തന്നെ തടസ്സം വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പൊ പിന്നെ നീ ഞങ്ങൾക്ക് മുന്നിൽ തടസ്സം വന്നാൽ നിന്നെ വെറുതെ വിടുമെന്നാണോ? പക്ഷെ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വിടില്ല. ഒരു കാരണവശാലും നിങ്ങളെ ഇവിടുന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. ദിഗ്വിജയ, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. വെറുതെ ഞങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കരുത്. നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല ഞാൻ. നാഗമാണിക്യം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം ഇവനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം ദാക്ഷായണി. അതുവരെ ഇവൻ ഇങ്ങനെ ശിലയായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. വാ ദാക്ഷായണി. അവർ രണ്ടുപേരും ആരാണ്? എന്താണ് അവരുടെ ഉദ്ദേശം? എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് അവർ വന്നത്? എന്റെ ആദിശേഷനെ അവരെന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത്? ഇല്ല, എന്റെ ആദിശേഷൻ ഏറ്റവും ശക്തിമാനാണ്. ഈ 7 ലോകത്തിൽ വെച്ച് അവനെ ജയിക്കാൻ മാത്രം ശക്തിയുള്ള ആരും തന്നെയില്ല.
അങ്ങനെയുള്ള എന്റെ ആദിശേഷനെ കേവലം മന്ത്രവാദിനികളായി ഇവർ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എങ്ങനെയത് വിശ്വസിക്ക? അപ്പോ അവർക്ക് എവിടെ നിന്നോ വലിയൊരു ശക്തി പ്രാപ്തമാക്കാൻ കഴിയുന്നുണ്ട്. അതെ, അതെവിടെ നിന്നായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള എന്റെ വഴികൾ ബുദ്ധിമുട്ടേറിയതായിരിക്കും. മഹാദേവ, എന്റെ ആദിശേഷനെ രക്ഷിക്കാനായി ആ ദുഷ്ടശക്തികളുമായി പോരാടുന്നതിന് എനിക്ക് ശക്തി തരണേ ഭഗവാനെ. എന്നെ അനുഗ്രഹിച്ചാലും. അതെ മിസ്റ്റർ ധനഞ്ജയ്, താനെന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടോ? നൈസ് പോസ്. അതെ ധനഞ്ജയ്, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നോട് പറയൂ. എല്ലാം ശരിയാക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. എന്താ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. എല്ലാം ഞാൻ ശരിയാക്കി തരില്ലേ? എന്നോട് ധൈര്യമായിട്ട് പറയൂ. എന്താ നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചത്? അതെ മിസ്റ്റർ, എന്തു പറ്റി? എന്താ താനിങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്നേ? എന്താ കാര്യം പറയൂ. ഒന്നുമില്ല, മനസ്സിനെ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. എന്തൊക്കെ ആലോചിച്ചോണ്ട് അങ്ങനെ ഇരുന്നു പോയതാ ഞാൻ. അതെ മിസ്റ്റർ ധനഞ്ജയ്, ഡിസ്റ്റർബ് ആയിരിക്കുന്ന ആൾ ഇങ്ങനെ ആ മൂലയ്ക്ക് കുത്തിയിരിക്കോ? എന്താ പറ്റിയെന്ന് പറയൂ. എന്തിനാ ഇത്ര ടെൻഷൻ ആയിരിക്കണം മിസ്റ്റർ ധനഞ്ജയ്? എനിക്ക് വേഗം അമ്പലത്തിൽ പോണം, ഒരു പൂജ നടത്തണം. ഹേ, എന്തിന്? ഇത്ര നേരം ധ്യാനാവസ്ഥയിലായിരുന്നില്ലേ നിങ്ങൾ? അപ്പ അമ്പലത്തിലേക്ക് പോകണമെന്ന് തോന്നിയില്ലേ? അതെന്താ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകണമെന്നൊരു തോന്നല്? ശരി, ഇപ്പൊ എന്താണ് വേണ്ടേ? ഞാൻ അമ്പലത്തിൽ പോകുന്നതിൽ നിങ്ങൾക്ക് സംശയമാണോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളും എന്റെ കൂടെ തന്നെ പോരെ. ഹേ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്തിനാ മിസ്റ്റർ ധനഞ്ജയ് തനിക്ക് ഇത്ര ദേഷ്യം വരുന്നത്? അല്ല, അമ്പലത്തിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഓ, വന്നോ? എന്തു പറ്റി? നാഗമാണിക്യം കിട്ടിയോ? ഇല്ല. നോക്ക്, നിന്നോട് ഞാൻ വീണ്ടും പറയുകയാണ്, നാഗമാണിക്യം ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിന്നെ താലി കിട്ടിയവനെ നിനക്ക് കിട്ടൂ. അല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ നിസാരമായി കാണുന്ന കണ്ടിട്ട് നിനക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നോക്ക്, എന്റെ തൃശ്ശൂരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണെങ്കിൽ നീ നാഗമാണിക്യം ഞങ്ങൾക്ക് കൊണ്ടു തരണം. അത് എവിടെയാണെന്നുള്ളത് പോലും എനിക്ക് അറിയില്ലല്ലോ. അത് നിന്റെ കഴുത്തിൽ തന്നെയുണ്ടെന്ന് എനിക്കറിയാം നാഗറാണി. പക്ഷേ പാവം, നിനക്ക് മാത്രം അതിനെപ്പറ്റി അറിയില്ല. ആ കാര്യം ഇവൾ അറിയരുത്. എത്രയും പെട്ടെന്ന് അത് എന്റെ കയ്യിൽ വന്ന് ചേരണം. ദയവേ ഇതെന്റെ തൃശ്ശൂൽ എവിടെയാണെന്നൊന്ന് പറ. തൃശ്ശൂൽ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാഗമാണിക്യം നീ എന്റെ കയ്യിൽ തരുമോ? കിട്ടിക്കഴിഞ്ഞ ഞാനത് തരാന്ന് പറഞ്ഞതല്ലേ. പക്ഷെ അതിനു മുമ്പേ തൃശ്ശൂൽ. ശിവാനി, തൃശ്ശൂൽ ഞങ്ങളുടെ ബന്ധനത്തിലല്ലേ ഉള്ളത്? അതോ തൃശ്ശൂൽ ഞങ്ങളുടെ ബന്ധനത്തിലില്ല, ഞാൻ നിന്നോട് കള്ളം പറയുകയാണെന്നാണ് നിന്റെ വിചാരം? വാ, വേഗം വാ. നിന്റെ ഭർത്താവ് തൃശ്ശൂൽ മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ചകളെല്ലാം നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണൂ. കണ്ടു കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായിക്കോളും. അപ്പോഴെങ്കിലും നീ അവന്റെ പ്രാണൻ രക്ഷിക്കാൻ നാഗമാണിക്യം നീ കൊണ്ടുവരും. നോക്ക്,
ഞാൻ ഇപ്പോൾ തന്നെ തൃശ്ശൂർ ഉള്ളിടത്തേക്ക് നിന്നെ കൊണ്ടുപോകാം. എന്നാൽ നിന്നോട് ആവശ്യപ്പെട്ടത് തന്നേ പറ്റൂ. ആദ്യം തൃശ്ശൂലിനെ കാണാൻ എനിക്ക്. ശരി, വാ. ഓം ജ്വാലമാലിനിയേ നമഃ, രുദ്രമാലിനിയേ നമഃ. ദിഗ്വിജയ, നിന്റെ മുഖത്ത് വീണ്ടും ആശങ്ക നിഴലിക്കുന്നത് എന്താണ്? ഗുരുക്കളെ, എന്റെ കൂടെ നടന്നവര് എന്നേക്കാൾ മുന്നേ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവര് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരും. ദിഗ്വിജയ, നീ ഏത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്? മനസ്സിലാകുന്ന രീതിയിൽ പറയൂ. എനിക്ക് ഈ രൂപം തന്ന ആ മന്ത്രവാദിനികളില്ലേ, അവര് നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അവര് നാഗമാണിക്യം കൈക്കലാക്കാൻ തയ്യാറെടുക്കുകയാണ് ഗുരുക്കളെ. ഇന്നലെ വന്നവർ ആ നാഗമാണിക്യം കൈക്കലാക്കുകയാണെങ്കിൽ 24 വർഷം ഞാൻ പെട്ട കഷ്ടപ്പാടിന് എന്താണ് വില? നാഗമാണിക്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശക്തിയെല്ലാം അവർക്ക് ലഭിക്കും. പിന്നെ നമ്മളെല്ലാം അവരുടെ അടിമയാവേണ്ടി വരും. എന്തെങ്കിലും ചെയ്യൂ. എന്ത് ചെയ്തിട്ടായാലും ആ നാഗമാണിക്യം എനിക്ക് തന്നെ കിട്ടണം. ദിഗ്വിജയ, നിന്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാനായി അവർ ഇരുവരും കള്ളം പറഞ്ഞിരിക്കാനാണ് സാധ്യത. ഒരിക്കലുമില്ല, അവരുടെ കയ്യിൽ നാഗമാണിക്യം ഒരിക്കലും എത്തിച്ചേരില്ല. അത് നിങ്ങളുടെ തോന്നലാണ് ഗുരുക്കളെ. പക്ഷേ അവര് പറഞ്ഞ വാക്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അവരുടെ വാക്കിൽ അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉറച്ച ശബ്ദത്തിലാണ് അവര് പറഞ്ഞത്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷം ഉണ്ടായിരുന്നു മുഖത്ത്. നോക്ക്, അവരെ അങ്ങനെ മോശക്കാരായിട്ട് കണ്ടാൽ നമുക്കായിരിക്കും വഴിതെറ്റുക. ഭയപ്പെടേണ്ട ദിഗ്വിജയ, അവർ നാഗമാണിക്യത്തിനായി കനവ് കണ്ടവരായിരിക്കാം. എന്നാൽ ഈ തക്ഷകൻ നാഗമാണിക്യത്തിനായി ജീവിക്കുന്നവനാണ്. അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. അതിലെത്തിച്ചേരാതെ ഞാൻ മടങ്ങില്ല. അവർക്ക് തക്ക ശിക്ഷ നൽകി നാഗമാണിക്യം കൈക്കലാക്കും ഞാൻ. മന്ത്രശക്തി പ്രയോഗം നടത്തി മഹാജ്വാലമാലിനിയെ പ്രസാദിപ്പിക്കും ഞാൻ. ഓം ജ്വാലമാലിനിയെ നമഃ. സ്വാമിജി, എന്താണ്? മരണമുണ്ടായി സ്വാമിജി. പരലോകത്തുണ്ടാവേണ്ട ദേഹം ഇഹലോകത്ത് ആത്മാവില്ലാതെ നടക്കുന്നു. അത് വെറും മരണമല്ല, ലക്ഷ്യം അസുരവധം, കുന്താസുരന്റെ വധം. സ്വാമിജി, ഇതെല്ലാം എന്താ? ദൈവത്തിന്റെ ഇച്ഛ. കുന്താസുരന്റെ മൃത്യു അത് അവനായിട്ട് കൊണ്ടുവന്ന മൃത്യുവാണ്. സ്വാമിജി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിനക്ക് സാവധാനം മാത്രം അറിയേണ്ട സത്യമാണ്. എന്നാൽ അതിനും മുൻപ് തന്നെ നിന്നെ കാത്തിരിക്കുന്നു മറ്റൊരു ദൗത്യം. നിന്റെ ആൾ, നിനക്ക് വേണ്ടി വന്നവൾ, നിനക്ക് വേണ്ടി ജനിച്ചവൾ മൃത്യുപഞ്ചരത്തിൽ പെട്ടിരിക്കുന്നു. പോയി രക്ഷിക്കൂ ഭോലേനാഥ. എന്താ? എന്റെ ശിവാനി അപകടത്തിൽ പെട്ടെന്നോ? അപായത്തിൽ പെടില്ല. കാത്തിരുന്ന് അപായം പിന്തുടരുവാൻ തുടങ്ങി. പൂർവദിക്കിനുള്ളിൽ കാടിന്റെ നടുവേ അവളുടെ ചുറ്റും മരണഭൂതങ്ങൾ കാലുവെച്ചാൽ മരണം വെറുതെ നിൽക്കുന്നു. പോകൂ, പോയി അവളെ രക്ഷിച്ചു കൊണ്ടുവരൂ. പൂർവദിക്കിലേക്ക് പോകൂ, സൂക്ഷിച്ചു പോകൂ. പ്രണയം മൂത്തു നീ സത്യമെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ, നീയാണ് അവളുടെ പ്രണയമെന്നവൾക്ക് മനസ്സിലായാൽ, നിങ്ങൾക്ക് രണ്ടാൾക്കും മരണമുറപ്പ്. പോകൂ. ഹേ ഹേ ഭോലേനാഥ, മഹാദേവ, പരമേശ്വര, ആ ദുർമന്ത്രവാദിയിൽ നിന്നും അവരുടെ ജീവൻ രക്ഷിക്കൂ, കാത്തു രക്ഷിക്കൂ ഭോലേനാഥ. എവിടെയാണോ ഉള്ളത്?
എന്റെ തൃശൂൽ എവിടെയാണുള്ളത്? തൃശൂൽ തൃശൂൽ എവിടെയുള്ളത്? തൃശൂൽ ശിവാനിയാ വന്നിരിക്കുന്നേ. എവിടെയാ തൃശൂൽ? നീ നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. തൃശൂൽ ഞങ്ങളുടെ ബന്ധനത്തിലാണുള്ളത്. അവൻ ഞങ്ങളുടെ ബന്ധനത്തിലുള്ളപ്പോൾ അവന് നിന്റെ ശബ്ദം കേൾക്കാം, അത്രേ പറ്റുള്ളൂ. അവന് നിന്നോട് തിരിച്ച് സംസാരിക്കാൻ കഴിയില്ല. ശരി, എവിടെയുള്ളത്? എന്റെ തൃശൂൽ എവിടെയുള്ളതെന്ന് എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ഓ, അവനെ കാണാൻ നിനക്ക് അത്ര ആഗ്രഹമുണ്ടോ? നിനക്ക് ഞാൻ അവനെ കാണിച്ചു തന്നാൽ എനിക്കെന്ത് ഉപയോഗമാണ്? എനിക്കെന്ത് നേട്ടമാണിതിന്ന്? നീ എനിക്ക് തിരിച്ചെന്ത് തരും? തരാനായിട്ട് എന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിന്റെ കഴുത്തിലുള്ള ആ മാലയില്ലേ, അത് നീ എനിക്ക് തരണം.